അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ടീം ഡൈനാമിക്സ് അതുപോലെ ഗ്രൂപ്പ് ബിഹേവിയർ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. നമുക്കറിയാം, ലോകത്തിന്ന് ഒരുപാട് ബിസിനസ്സുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ടീം വർക്കുകൾ നടക്കുന്നുണ്ട്. ഗ്രൂപ്പുകളായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ ഒരുപാടുണ്ട്. പക്ഷേ ചിലത് മാത്രം വിജയിക്കുന്നു, ചിലത് മാത്രം പരാജയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യത്യാസം എന്താണ്? അവർ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്തിട്ട് കൂടി എന്തുകൊണ്ട് ചില ടീമിന് മാത്രം, ചില ബിസിനസ് മാത്രം ഫെയിലായി പോകുന്നു, ബാക്കിയുള്ളത് വിജയിച്ചു പോകുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ടീം വർക്ക് നടക്കുന്നത്, അതുപോലെ അതിൻ്റെ സൈക്കോളജി എന്താണ്, അതുപോലെ എങ്ങനെ ഒരു ഹൈ പെർഫോമിംഗ് ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഗ്രൂപ്പും ടീമും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂട്ടമായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ ഗ്രൂപ്പ് എന്ന് പറയാം. ടീം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കുമുള്ള റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്തുകൊണ്ട് അവരവരുടെ കഴിവിനെ മനസ്സിലാക്കി അവർക്കുള്ള ഡ്യൂട്ടികൾ വീതിച്ചുകൊണ്ട് ഒരു ബെറ്റർ റിസൾട്ടിന് വേണ്ടി അവർ ടീമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ടീം വർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്രൂപ്പ്സ് പല രൂപത്തിലാണ്. ഒന്ന് ഫോമൽ ഗ്രൂപ്പ്, ഇൻഫോമൽ ഗ്രൂപ്പ്. ഫോമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ട്, ഒരു ലക്ഷ്യത്തെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് ടീം പോലെയുള്ളതിനെയാണ് ഫോമൽ ഗ്രൂപ്പ് എന്ന് പറയാം. അതൊരു ഓർഗനൈസേഷനായിരിക്കും. എന്നാൽ ഇൻഫോമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് പ്രകൃതിയ ഉണ്ടാകുന്ന ഗ്രൂപ്പുകൾ. ഉദാഹരണത്തിന് നമ്മളെ ഫ്രണ്ട്സ് പോലെ, അല്ലെങ്കിൽ നമ്മുടെ ലഞ്ച് കഴിക്കുമ്പോൾ നമ്മൾ ഗ്രൂപ്പായിരുന്നു കഴിക്കുന്നുണ്ടെങ്കിൽ അവിടെ രൂപപ്പെടുന്ന ഗ്രൂപ്പ് പോലെ, അതൊക്കെ ഇൻഫോമൽ ഗ്രൂപ്പാണ്. അതൊക്കെ ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വ്യത്യസ്തമായിട്ടുള്ള കണ്ടീഷൻ, സർക്കംസ്റ്റൻസിൽ രൂപപ്പെടുന്നതായിട്ടുള്ള ഗ്രൂപ്പുകളാണ് ഇൻഫോമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഫോമൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യ പൂർത്തീകരണം വരെ ആ ഗ്രൂപ്പ് അവിടെ നിലനിൽക്കും എന്നുള്ളതാണ് ഇവ രണ്ട് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം. ഇനി ഈ ഫോമൽ ഗ്രൂപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം, പല രൂപത്തിലേക്കാക്കി മാറ്റാൻ വേണ്ടി പറ്റും. ഒന്ന് കമാൻഡ് ഗ്രൂപ്പ് എന്ന് പറയും. എന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിലുള്ള മാനേജർ, അതുപോലെ ആ ഗ്രൂപ്പിനെ ഡയറക്റ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനെ ഡയറക്റ്റ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ, ഇതൊക്കെ കമാൻഡ് ഗ്രൂപ്പിലാണ് വരിക. അതുപോലെ ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് അതിലുണ്ടാകും. അതായത് പ്രൊജക്റ്റ് ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ടീം, അതിനാണ് ടാസ്ക് ഗ്രൂപ്പ് എന്ന് പറയാം. ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിലുള്ള ഷെയർഡ് കൺസേൺസ് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമതായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ്, അത് നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ള ബോണ്ടുകളൊക്കെയാണ് അത് ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഏതവസ്ഥയിൽ ഏത് ഗ്രൂപ്പിനോടൊപ്പം നമ്മൾ ചേരണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതോടുകൂടി പിടികിട്ടുന്നുള്ളതാണ്. ഇനി നമ്മളൊരു സ്റ്റേജിന് ഒരു തുക്മാൻ 5 സ്റ്റേജസ് ഓഫ് ടീം ഡെവലപ്മെൻറ്റ്, അതിനെക്കുറിച്ചാണ് നമുക്കിനി പറയാനുള്ളത്. ഓരോ ടീമും ഇനി പറയാൻ പോകുന്ന 5 സ്റ്റേജുകളിലൂടെ കടന്നു പോകും എന്നാണ് അദ്ദേഹത്തിൻ്റെ, തുക്മാൻ എന്ന ആളുടെ കൺസെപ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് പ്രകാരം ഒരു ടീം 5 പ്രധാനപ്പെട്ട സ്റ്റേജുകളിലൂടെ കടന്നു പോകും. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട സ്റ്റേജുകൾ ഏതാണ്, ആ സ്റ്റേജുകളിൽ അവർ വർത്തിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതൊക്കെയാണ് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ഫോമിങ് എന്ന് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന രൂപം. അവിടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ പരസ്പരമായിട്ടൊരു പൊളൈറ്റ് ഉണ്ടാവണം. അതുപോലെ അവരുടെ റോളുകൾ എന്താണെന്നുള്ളത് അവർ തിരിച്ചറിയണം. അങ്ങനെയുള്ളതൊക്കെയാണ് ഫോമിങ് സ്റ്റേജ് എന്നുള്ളതിൽ വരിക. 2 സ്റ്റോമിങ് എന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പിലും സ്വാഭാവികമായിട്ടുണ്ടാവുന്ന കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ, ഇതൊക്കെയാണ് സ്റ്റോമിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. എല്ലാ ഗ്രൂപ്പിലും സ്വാഭാവികമാണ് അങ്ങനെ ഒന്നും ഉണ്ടാവുക എന്നുള്ളത്. 3 നോമിങ് എന്ന് വെച്ചാൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന മറ്റൊരു, അതിൻ്റെ സാന്ത്വനിപ്പിക്കുന്ന ഒരു സ്റ്റേജാണ് നോമിങ് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ട്രസ്റ്റുകൾ ബിൽഡ് ചെയ്യപ്പെടും, അതുപോലെ ഒരുപാട് റൂൾസുകൾ ഉണ്ടാക്കപ്പെടും, അതുപോലെ ഒരു കോപ്പറേഷന് വേണ്ടി ആളുകൾ ശ്രമിക്കും. 4ാമതാണ് പെർഫോമിങ്. ഇങ്ങനെ പല കോൺഫ്ലിക്റ്റുകൾക്കും പിന്നീട് കോപ്പറേഷനൊക്കെ ശേഷം അവിടെ ഒരു ഹൈ പെർഫോമൻസ് അവിടെ രൂപപ്പെടുന്നുണ്ട്. അതുപോലെ
സ്ട്രോങ് ടീം വർക്കോടെ രൂപപ്പെടുന്നത്. അതാണ് പെർഫോമൻസ് സ്റ്റേജിൽ വരിക. അഞ്ചാമത്തെ അഡ്ജേണിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ഒരു അവരുടെ ഗോൾ നേടിയതിന് ശേഷം പിന്നീട് അവർ വിരമിക്കുന്ന അല്ലെങ്കിൽ എന്താ പറയുക അവരുടെ ആ ഒരു ഗ്രൂപ്പ് പിരിയുന്ന ആ ഒരു സ്റ്റേജാണ് അഡ്ജേണിങ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ ഇത്തരം സ്റ്റേജുകളിലൂടെ ഏത് ടീമും കടന്നു പോകും എന്നുള്ളതാണ് തുക്മാൻ 5 സ്റ്റേജ് ഓഫ് ടീം ഡെവലപ്മെൻറ്റ് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യും. ഇനി പ്രധാനപ്പെട്ട 4 ഗ്രൂപ്പുകളുടെ പ്രോപ്പർട്ടീസാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ഒന്ന്, റോൾസ്. ഓരോരുത്തർക്കും അവരവരുടെ ഏൽപ്പിക്കപ്പെട്ടുള്ള റോളുകൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കും. അതുപോലെ അതോടൊപ്പം തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ, അതുപോലെ പ്രോബ്ലംസ് ഈ ഓരോ റോളുകളിലും അടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് അവർ തിരിച്ചറിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് മനസ്സിലാക്കപ്പെടുന്നു. രണ്ടാമത്തെ നോംസ് എന്ന് വെച്ചാൽ എഴുതപ്പെട്ട നിയമങ്ങൾക്ക് പുറമെ അൺറിട്ടൺ ആയിട്ട് ഒരുപാട് റൂൾസുകൾ ആ ഒരു ടീമിലുണ്ടാവും. സ്വാഭാവികമായിട്ട് ബിഹേവിയറിൽ കൈൻഡ്നെസ്സോടുകൂടി ബിഹേവ് ചെയ്യുക, വളരെ പൊളൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എല്ലാവരും ഈക്വലായിട്ട് മനസ്സിലാക്കുക, ക്വാളിറ്റി അതിൽ ഉണ്ടാക്കുക. ഇതൊക്കെ അൺറിട്ടൺ ആയിട്ടുള്ള റൂൾസാണ്. അതൊക്കെ ഓരോ കമ്പനികളുടെയും നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രൊജക്റ്റ് ഒരു ഗ്രൂപ്പിലുണ്ടാവും. 3, സ്റ്റാറ്റസാണ്. അതായത് ഓരോരുത്തരും പവർ എങ്ങനെയാണ് കൈവശപ്പെടുത്തുന്നത് അതിനനുസരിച്ചുള്ള സ്റ്റാറ്റസുകൾ ആ ഗ്രൂപ്പിലുണ്ടാവും. അതൊരു പ്രോപ്പർട്ടിയാണ്. പിന്നെ കോഹഷൻ, ആ ബോണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ടീം വർക്കിലുണ്ടാകുന്ന ബോണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് ചർച്ച ചെയ്യാനുള്ളത് ഗ്രൂപ്പ് ഡിസിഷൻ മേക്കിംഗ് ആണ്. ഡിസിഷൻ മേക്ക് ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം പറയും. ഒന്ന്, ഒരുപാട് ഐഡിയാസ് നമുക്കതിൽ കിട്ടും. അതുപോലെ ബെറ്റർ ഡിസിഷൻ നമുക്കതിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സ്ട്രോങ്ങർ കമ്മിറ്റ്മെൻറ്റ്, ഓരോരുത്തർക്കും അതിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് രൂപപ്പെട്ടിട്ടുണ്ടാവും. പിന്നെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് തിങ്കിങ് ആകുമ്പോൾ അത് ലെങ്തി ആയിരിക്കും. അതുപോലെ സോഷ്യൽ ലോഫിങ് അതിലുണ്ടാവും. പിന്നെ ഡോമിനൻ്റ് പേഴ്സണാലിറ്റീസ് നമുക്കതിൽ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ഓവർ തിങ്കിങ് ആയിരിക്കും സാധനം. പക്ഷേ അതിലൊരുപാട് ഹെൽപ്ഫുള്ളായിട്ടുള്ള മെത്തേഡ്സുകളുണ്ട്. ഒന്ന്, ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. 2, നോമിനൽ ഗ്രൂപ്പ് ടെക്നിക്ക് നമുക്കതിൽ ഉപയോഗിക്കാൻ പറ്റും. 3, ഡെൽഫി മെത്തേഡാണ്. അപ്പോൾ ഒരു ഗ്രൂപ്പ് നിലനിൽക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും അതുപോലെ അത് നിലനിൽക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് കോമൺ ടീം പ്രോബ്ലംസാണ് നമ്മൾ പറയാനുള്ളത്. അതിനെ എങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാമെന്നുള്ളത് കൂടെ നമ്മളിതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് സോഷ്യൽ ലോഫിങ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നൊരു പ്രശ്നമാണത്. അതിനെ നമുക്ക് അക്കൗണ്ടബിലിറ്റിയിലൂടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. 2, ഫ്രീ റൈഡിങ് എന്നുള്ളതാണ്. അതിന് നമുക്ക് ഡയറക്റ്റ് ഫീഡ്ബാക്കിലൂടെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും. 3, പുവർ കമ്മ്യൂണിക്കേഷൻ സ്വാഭാവികമാണ്. അതിൽ ക്ലിയർ റൂൾസ് ഉണ്ടായാൽ മതി. 4, കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഹെൽത്തി ഡിബേറ്റുകളിലൂടെ അതിനെ മറികടക്കാൻ വേണ്ടി സാധിക്കും. 5, പെർഫെക്ഷനിസമാണ്. അതിന് നമ്മൾ ഡെഡ് ലൈൻ വെച്ചുകൊണ്ട് അതിനെ എതിർക്കുക എന്നുള്ളതാണ്, അതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സോൾവിൻ്റെ മെത്തേഡുകൾ. ഇനി മോഡേൺ ടീമുകൾ ഇന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ചലഞ്ചുകളിലൊന്നാണ് വിർച്വൽ ടീംസ്. വിർച്വൽ ടീമാകുമ്പോൾ ഉള്ള പരിമിതികൾ, ലിമിറ്റേഷൻ ഒരുപാടുണ്ട്. 2, ക്രോസ് ഫങ്ഷണൽ ടീംസാണ്. 3, ഫാസ്റ്റ് ഫോമിങ് ടീംസാണ്. 4, ഗ്ലോബൽ ടീംസാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടീമുകൾ മോഡേൺ ടീം ചലഞ്ചസ് ആയിട്ട് നമുക്ക് എണ്ണാൻ വേണ്ടി സാധിക്കും. സോ മൊത്തത്തിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് വെച്ചാൽ ടീം ഗ്രൂപ്പ് തമ്മിലുള്ള വ്യത്യാസം പറയാൻ, അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിന് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് സത്യത്തിൽ ടീമാണോ വേണ്ടത് അല്ലെങ്കിൽ ഗ്രൂപ്പാണോ വേണ്ടതെന്നുള്ളത് തീരുമാനിക്കാനും, അതുപോലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതിനെ എങ്ങനെ ഫിക്സ് ചെയ്യണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.